നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനമാണ് പിണറായി വിജയൻ. ഏത് പ്രതിസന്ധിയിലും അദ്ദേഹത്തിന് തലയൂരിപ്പോരാൻ നക്ഷത്രങ്ങൾ തുണയാകുമെന്നാണ് ചില ജ്യോതിഷ പണ്ഡിതന്മാർ പറയുന്നത്. പലപ്പോഴും അദ്ദേഹം ഇത്തരത്തിൽ പ്രതിസന്ധികളെ അഭൂതപൂർവമാം വിധം അതിജീവിച്ചിട്ടുണ്ട്. ഇപ്പോഴും മൂന്നാം തവണയും പിണറായി ഭരണം തുടരുമെന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് എതിരെ വരുന്ന പ്രശ്നങ്ങളും വിഷയങ്ങളും പ്രതിസന്ധികളുമെല്ലാം ഏതൊക്കെയോ പാറക്കല്ലുകളിൽ തട്ടി ചിതറിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സർക്കാർ പ്രതിക്കൂട്ടിലാകുമെന്നും അതുവഴി മുഖ്യമന്ത്രിയും ദേവസ്വം വകുപ്പും എല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടുമെന്നും വിശ്വസിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ ഇടപെടൽ, ഹൈക്കോടതി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ നിയോഗിച്ചതോടെ സർക്കാർ പകുതി അതിൽ നിന്നും തലയൂരുകയായിരുന്നു. ഇപ്പോഴിതാ അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, ഇതിൽ പ്രതികളായ അല്ലെങ്കിൽ ഇതിൽ പങ്കുവഹിച്ച മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പ്രതിപ്പട്ടികയിലേക്ക് വരുമെന്നാണ് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ സർക്കാർ മനോഹരമായി തലയൂരിയിരിക്കുകയാണ്. ഇനി സർക്കാരിന് അതിൽ ഇടപെടാൻ ഒന്നുമില്ല. ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ആരാണ് കുറ്റവാളിയെന്ന് ആ അന്വേഷണ സംഘം കണ്ടുപിടിക്കുകയും ആ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും അതുവഴി ആ റിപ്പോർട്ട് വഴി ഹൈക്കോടതി നിയമ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുമ്പോൾ സർക്കാരിന് ഇതിൽ പ്രത്യേകിച്ചൊരു കാര്യവുമില്ലാത്ത അവസ്ഥയാണ്. സർക്കാരിൻ്റെ വീഴ്ചയാണ്, അല്ലെങ്കിൽ സർക്കാർ തന്നെയാണ് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ നിന്ന UDFൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ആരോപണത്തിൻ്റെ മുനകൾ അവിടെ ഒടിയുകയാണ്. യഥാർത്ഥത്തിൽ ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ ഹൈക്കോടതിയുടെ ഇടപെടൽ സ്വർണ്ണപ്പാളി വിവാദത്തിൽ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും രക്ഷിച്ചു. ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ വിശ്വാസ സംരക്ഷണ യാത്രകളെല്ലാം വൃഥാവിലാകുന്ന അവസ്ഥയിലാണെന്നാണ് CPM നേതാക്കൾ പലരും പറയുന്നത്. കാരണം ഹൈക്കോടതി ഇടപെട്ട് കുറ്റക്കാരെ കണ്ടുപിടിക്കാനുള്ള ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ അതിന് പിന്തുണ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നും ബാക്കിയെല്ലാം ഹൈക്കോടതി തന്നെയാണ് തീരുമാനിക്കുന്നതെന്നും പിന്നെ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം തെരുവിൽ ഇറങ്ങുന്നതിൻ്റെ കാരണം എന്താണെന്നുമാണ് ഇപ്പോൾ CPM നേതാക്കൾ ചോദിക്കുന്നത്. ചുരുക്കത്തിൽ ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ പിണറായി വിജയൻ നൈസായിട്ട് ഊരിപ്പോന്നു. കാരണം ഇത് ഹൈക്കോടതി ഏറ്റെടുത്തോടുകൂടി തന്നെ, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ തലയിൽ വെച്ച് അദ്ദേഹം ഊരിപ്പോരുകയായിരുന്നു. പിണറായി സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാരിനെതിരെ കടുത്ത ജനരോഷം, ജനവിരുദ്ധ വികാരം ഉയർന്നു വരുന്ന സന്ദർഭമുണ്ടായിരുന്നു. പാലക്കാട്, നിലമ്പൂർ, തൃക്കാക്കര, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ആ ജനവിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചു. എന്നാൽ അപ്പോഴാണ് സർക്കാർ പോകുമെന്ന് ഉറപ്പായി ജനങ്ങൾ വിശ്വസിച്ച സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വിഷയങ്ങൾ ഉയർന്നു വരികയും കോൺഗ്രസിൽ തന്നെ വലിയൊരു വിഭജനം, ഡിവൈഡ് രൂപപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു ഭാഗത്തും രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ നേതൃത്വം നൽകുന്ന യുവജനങ്ങൾ അല്ലെങ്കിൽ യുവ നേതാക്കൾ വേറൊരു ഭാഗത്തുമായി വലിയ പോരാട്ടം തുടങ്ങി. അവസാനം ഇപ്പോൾ KC വേണുഗോപാലും കളത്തിലിറങ്ങിയതോടെ കോൺഗ്രസിൽ പോരാട്ടം കനക്കുകയാണ്. അതുവഴി പ്രതിപക്ഷത്തിൻ്റെ ശക്തി ചോർന്നു പോവുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ താൻ ചെന്ന് ചാടുമെന്ന് കരുതിയിരുന്ന പ്രതിസന്ധിയിൽ നിന്നെല്ലാം പിണറായി വിജയന് ഊരിപ്പോരാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ ഭരണത്തുടർച്ച ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറയുന്നത്. കാരണം തനിക്ക് നേരെ പാഞ്ഞു വരുന്ന എല്ലാ കാര്യങ്ങളും എവിടെയോ തൊട്ടി ഇല്ലാതായി പോവുകയാണ്. മകനെതിരെയുള്ള ED സമൻസ്, അതും യാതൊരു ചലനമുണ്ടാക്കാതെ കടന്നുപോയി. അതുപോലെ തന്നെ മകൾക്കെതിരായുള്ള വിഷയങ്ങളും ആരോപണങ്ങളും കോൺഗ്രസ് MLA മാത്യു കുഴൽനാടൻ സുപ്രീം കോടതി വരെ പോയെങ്കിലും അത് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല, മാത്യു കുഴൽനാടനോട് പിഴ ഈടാക്കണോ എന്ന് ചോദിക്കുകയും ചെയ്തു. ഈ കേസുമായി വന്നതിന് മാത്യു കുഴൽനാടൻ്റെ മേൽ പിഴ ഈടാക്കണോ എന്ന് പോലും സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തു. അതോടുകൂടി ആ കേസും അവിടെ അവസാനിച്ചു. അങ്ങനെ മാസപ്പടി കേസും, മകളുടെ മാസപ്പടി കേസും മകൻ്റെ ED സമൻസ് കേസും ആവിയായി പോകും. നിമിഷങ്ങൾക്കുള്ളിൽ, ദിവസങ്ങൾക്കുള്ളിൽ ആവിയായി പോകുന്ന കാഴ്ചയാണ് പിണറായി വിജയൻ കണ്ട് ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, പ്രതിപക്ഷം കൊണ്ടുവന്ന ശക്തമായ ആരോപണങ്ങളെല്ലാം എവിടെയോ തട്ടി തകർന്നു പോകുന്നു. അതിൽ പ്രത്യേകിച്ച് പിണറായി വിജയൻ പ്രത്യേകിച്ചൊരു പരിശ്രമവും ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം പ്രതിപക്ഷത്തിൻ്റെ കഴിവുകേട് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടോ ഇതെല്ലാം പലയിടങ്ങളിൽ തട്ടി ഇല്ലാതാവുകയാണെന്ന് CPM നേതാക്കൾ പറയുന്നു. ഏതായാലും പിണറായി വിജയൻ്റെ കൂടെയാണ് നക്ഷത്രങ്ങൾ. അദ്ദേഹത്തിനെതിരെ നീങ്ങുന്നതെല്ലാം എവിടെയൊക്കെ വെച്ച് ആവിയായി പോകുന്നു. അദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ, ആരോപണങ്ങൾ
നീക്കങ്ങൾ എല്ലാം തന്നെ ആവിയായി പോകുന്നു. CPM-നകത്ത് നിന്ന് അദ്ദേഹത്തിനെതിരെ ഉണ്ടായ നീക്കങ്ങളെല്ലാം അദ്ദേഹം തന്നെ മുളയിലെ നുള്ളി അടിച്ചമർത്തി. പ്രതിപക്ഷത്തു നിന്നുണ്ടാകുന്ന നീക്കങ്ങളെ അദ്ദേഹം പല രീതിയിൽ നേരിടുന്നു. ചുരുക്കത്തിൽ നക്ഷത്രങ്ങൾ പിണറായിക്കൊപ്പമാണ്. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ പിണറായി മൂന്നാമനായി അല്ലെങ്കിൽ മൂന്നാം തവണയും പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്നേക്കാമെന്നാണ് ചില ജ്യോതിഷ പണ്ഡിതർ പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, അത്രയ്ക്ക് അനുകൂലമായി അദ്ദേഹത്തിന് എത്രയോ എതിരായി കാര്യങ്ങൾ വരുമ്പോഴും ഈ പ്രതിസന്ധിയിൽ അദ്ദേഹം വീണുപോകുമെന്ന് കരുതുമ്പോഴാണ് പെട്ടെന്ന് ആ പ്രതിസന്ധി ആവിയായി ഒന്നുമല്ലാതായി പോകുന്നത്. അതുകൊണ്ട് നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനമാണ് പിണറായി വിജയൻ എന്നും നക്ഷത്രങ്ങൾ അദ്ദേഹത്തെ കാത്തു സൂക്ഷിക്കും എന്നുമാണ് ചില ജ്യോതിഷ പണ്ഡിതന്മാർ പറയുന്നത്. ചില പാർട്ടി നേതാക്കളും അതുതന്നെ അംഗീകരിക്കുന്നു, സമ്മതിക്കുന്നു.